എനിക്ക് പുറകിലൊരു പോസ്റ്ററുണ്ട്. പോസ്റ്റർ സംഭാവനയ്ക്ക്, അതായത് ബ്രാക്കറ്റിൽ പിരിവ് വരുന്നവരുടെ ശ്രദ്ധയ്ക്ക്. ഈ സ്ഥാപനത്തിൽ നിന്നും ഏതെങ്കിലും കാലത്ത് ₹1 ഇടപാട് നടത്തിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എവിടെയെങ്കിലും ഒരാൾ പോയേക്കുവാണെങ്കിൽ ഓൺലൈനിൽ സാധനം വരുമ്പം വിളിച്ചു പറയും, അതൊന്നും മേടിച്ച് വെച്ചേക്കണേ, അതിന് ചില്ലറ പൈസ കൊടുത്തേക്കണേന്ന്. അപ്പോൾ നമ്മുടെ പെട്ടിയിലുള്ള പൈസ കൊടുത്ത് ഈ സാധനം വാങ്ങി വെക്കുകയും, ചിലപ്പോൾ അത് നമ്മുടെ ഷോപ്പിൽ തന്നെ, എൻ്റെ ഷോപ്പിൽ തന്നെയുള്ള ഐറ്റം ആയിരിക്കും ഞാൻ വേറെ ആൾക്ക് വേണ്ടി അത് വാങ്ങി വെച്ച് ഞാൻ തിരിച്ചു കൊടുക്കുന്നത്. അത് ഈ പൈസ വന്ന് തിരിച്ചു തരുന്നത് പോലും ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞോ 2 ആഴ്ച കഴിഞ്ഞോ ആയിരിക്കും ഈ സാധനം എടുക്കാൻ വരുന്നത്. അപ്പോൾ അതുവരെ നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ട ബാധ്യതയുണ്ട് നമുക്ക്. അങ്ങനെ ഒരു പ്രശ്നം ഈ ഓൺലൈൻ വ്യാപാരം കൊണ്ട് നമ്മൾ വ്യാപാരികൾ നേരിടുന്നുണ്ട്. നമസ്കാരം, ശ്രീനി ആലക്കോടാണ്. ഇങ്ങ് ചെമ്പേരിയിൽ നിന്നാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരു ചാനലിലാണ് ആ വാർത്ത ഞാൻ കണ്ടത്. അതൊരു വേറിട്ട വാർത്തയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതുവഴി കടന്നു പോകുമ്പോൾ എന്തായാലും ഏകോപന സമിതിയുടെ പ്രസിഡന്റ് കൂടിയായ ഇദ്ദേഹത്തിൻ്റെ ഷോപ്പിൽ കയറിയത്. എനിക്ക് പുറകിലൊരു പോസ്റ്ററുണ്ട്. പോസ്റ്റർ സംഭാവനയ്ക്ക്, അതായത് ബ്രാക്കറ്റിൽ പിരിവ് വരുന്നവരുടെ ശ്രദ്ധയ്ക്ക്. ഈ സ്ഥാപനത്തിൽ നിന്നും ഏതെങ്കിലും കാലത്ത് ₹1 ഇടപാട് നടത്തിയിട്ടുണ്ടെങ്കിൽ അറിയിക്കുക. അതിന് ആനുപാതികമായിട്ടുള്ള സഹകരണം ഉണ്ടാവും. ഈ പോസ്റ്ററിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് നിങ്ങളെ കൂടി അറിയിക്കാൻ ഞാൻ ശ്രമിക്കുന്നത്. നമ്മുടെ നാട്ടിൽ വ്യാപാര മേഖല വലിയ പ്രതിസന്ധിയിൽ കൂടി കടന്നു പോവുകയാണ്. വ്യാപാര മേഖല മാത്രമല്ല, കാർഷിക മേഖല ഉൾപ്പെടെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുന്ന ഒരു കെട്ട കാലം. കാർഷിക മേഖലയിലെ വിലത്തകർച്ച മൂലം കർഷകർ ദുരിതമനുഭവിക്കുന്നു. കർഷകരാണ് വ്യാപാരികളെടുത്ത് വന്നിട്ട് സാധനം വാങ്ങേണ്ടത്. എവിടെ? മലയോര മേഖലയിൽ. അതിനുള്ള റബ്ബറിന് വിലയില്ല, ടാപ്പിംഗ് നടക്കുന്നില്ല, തേങ്ങയ്ക്ക് വിലയില്ല, അങ്ങനെ എല്ലാം പ്രശ്നങ്ങൾ തന്നെയാണ്. അതിനിടയ്ക്കാണ് ഈ ഇരിക്കുന്ന വ്യാപാരികളുടെ അടുത്തേക്ക് റെസീറ്റ് കുറ്റിയുമായിട്ട് ആളുകൾ വരുന്നത്. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലെ പിരിവുകാരും അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും രാഷ്ട്രീയക്കാരും അല്ലെങ്കിൽ അമ്പല കമ്മിറ്റിക്കാരും പള്ളി കമ്മിറ്റിക്കാരും എന്ന് വേണ്ട എല്ലാവരും ഈ പിരിവിന് പോകുന്ന ആളുകളൊക്കെ സാധാരണഗതിയിൽ അവിടുത്തെ വ്യാപാരികളുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കുന്ന ആളുകളാണ്. പക്ഷെ ഇപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു പുതിയ പ്രവണത മലയോര മേഖലയിൽ കണ്ടുവരുന്നുണ്ട്. അതിനെതിരെയാണ് സാബുനെ പോലെയുള്ള വ്യാപാരികൾ പ്രതികരിക്കുന്നത്. ഇതിനെ നമ്മൾ പിരിവ് എപ്പോഴും അനിവാര്യമായ ഒരു ഘടകമാണ്. ഞാനും ഒരു സംഘടനാ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. പിരിവിനൊക്കെ നമ്മളും പോകുന്നതാണ്. പക്ഷേ എന്തെങ്കിലും ഒരു വ്യാപാരികൾക്കൊരു പൈസ ഉണ്ടാകണമെങ്കിൽ അത് നാട്ടിലെ കച്ചവടം കൊണ്ട് മാത്രമേ വ്യാപാരികൾക്കൊരു പൈസ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിൽ നിന്നൊരു വീതം കൊടുക്കുന്നതിന് ആർക്കും ഒരു വിഷമമില്ല. ലാഭം ഉണ്ടായിട്ട് അതിൽ നിന്നൊരു വീതം കൊടുക്കാൻ എല്ലാവരും റെഡിയാണ്. പക്ഷേ ഇതൊന്നുമില്ല, ഒരു പരിചയം പോലും ഇല്ലാത്ത, അല്ലെങ്കിൽ ഒരു നാട്ടിലൊരു പൊതുവായ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും ആ നാട്ടിൽ നിന്ന് സാധനങ്ങൾ മേടിക്കാതെ മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നത് കാണുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട്. ചെമ്പേരി എന്ന് പറഞ്ഞ ടൗണിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ ചെമ്പേരി ടൗണിലെ ആളുകൾ, ടൗണുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ, അവർ ചിലപ്പോൾ ആലക്കോട് പോവും, തളിപ്പറമ്പ് പോവും, കണ്ണൂർ പോവും, ഇരട്ടി പോവും, പയ്യാവൂർ പോവും, അങ്ങനെ പല സ്ഥലങ്ങളിൽ പോയിട്ട് അവിടെ നിന്നൊക്കെ പർച്ചേസ് ചെയ്തിട്ട് വരും. പക്ഷേ പിരിവിന് അവർ ഇരട്ടിയിലോ കണ്ണൂരോ തളിപ്പറമ്പോ പോവില്ല. അവർ വരുന്നത് ചെമ്പേരിയിലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യാപാരികളിൽ നിന്നും സാധനങ്ങൾ വാങ്ങാതെ പുറത്തു പോയിട്ട് സാധനം വാങ്ങിയിട്ട് വരിക, ഓൺലൈനിൽ സാധനം വരുത്തിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ ഇങ്ങോട്ടേക്ക് പിരിവിന് വരണ്ട എന്ന് മാത്രമാണ് സാബു പറഞ്ഞത്. എന്തായാലും അതൊരു നല്ല ത്രെഡാണ്. വ്യാപാരികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വ്യാപാരികളെടുത്ത് പിരിവിന് പോകുമ്പോൾ നമ്മുടെ നാട്ടിലെ കച്ചവടം നമ്മുടെ നാട്ടിൽ കൊടുക്കുക. അവരും ജീവിക്കാനല്ലേ ഈ പാടുപെടുന്നത്. വ്യാപാരികളൊക്കെ വൻകിട മുതലാളിമാരാണ്, അവരൊക്കെ ബൂർഷാസികളാണെന്ന് പറഞ്ഞൊരു കാലമുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നുമല്ല. വിരലിലെണ്ണാവുന്ന വ്യാപാരികൾ ഒഴിച്ചാൽ ബാക്കി എല്ലാവരും കടക്കെണിയിലാണെന്നുള്ള ആ നഗ്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. ലോൺ എടുത്ത് ഏത് സമയത്തും ആത്മഹത്യയുടെ വക്കിലുള്ള വ്യാപാരികളെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. അവർക്കൊന്ന് സപ്പോർട്ട് ചെയ്യണം. അത് നിങ്ങളുടെ ഭാഗത്തുനിന്നും ഇല്ലാതെ വരുമ്പോഴാണ് ഇത്തരത്തിൽ വ്യാപാരികൾ പോസ്റ്ററുമായിട്ട് രംഗത്തെത്തുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഇട്ടിച്ച ഒരു പോസ്റ്ററാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹത്തിന് മനസ്സിലായ ഒരു കാര്യം അദ്ദേഹം പോസ്റ്റർ രൂപേണ അദ്ദേഹത്തിൻ്റെ ഗ്ലാസ്സിൽ പതിപ്പിച്ചതാണ്. ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിൽ ഒരുപാട് നിർമ്മാണ പ്രവൃത്തികൾ നടക്കാറുണ്ടല്ലോ. നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിന് സിമെൻറ്റും കമ്പിയൊക്കെ വിദൂര സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരും. എന്നിട്ട് ഇവിടുത്തെ പരിപാടിക്ക് നിങ്ങൾ ശിലാസ്ഥാപനത്തിനായാലും ഏത് കാര്യത്തിനായാലും ആ ഉദ്ഘാടന മാമാങ്കത്തിന് നോട്ടീസ് അടിക്കാനും പരസ്യം ചെയ്യാനും ഒക്കെ ഇവിടുത്തെ വ്യാപാരികൾ സമീപിക്കും. അപ്പോൾ അതൊരു ബുദ്ധിമുട്ട് തന്നെയല്ലേ? അപ്പോൾ ഇത്തിരി പല സ്ഥലത്ത് ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് പറയുന്നില്ല. എല്ലാ സ്ഥലത്തും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള സംഭാവനകൾ സ്വീകരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ അത്തരത്തിലുള്ള കച്ചവടങ്ങൾ കൊടുക്കുക. അങ്ങനെ വ്യാപാരികളെ പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് അവരോടൊപ്പം കൈകോർക്കാമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.